വെൽക്കം ടു ഇലക്ട്രിക്കൽ എഡ്യൂസോൺ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ടോപ്പിക് എന്ന് വെച്ചാൽ 2025 വരാനിരിക്കുന്ന PSC പരീക്ഷകൾ, ഇലക്ട്രിക്കൽ എക്സാംസ്, അതേപോലെ കോമൺ ആയിട്ടുള്ള എക്സാംസ് ഏതൊക്കെയാണെന്നാണ്. അതിലേക്ക് മുന്നേ ഏറ്റവും ബേസിക് ആയിട്ടുള്ള രണ്ട് മൂന്ന് കാര്യങ്ങൾ ഒന്ന് പറഞ്ഞോട്ടെ. അപ്പൊ അതിന് മുന്നേ ഇപ്പം ഹാർബിഞ്ചർ എഞ്ചിനീയറിംഗിന്റെ എക്സാം അടുത്ത മാസമുണ്ട്. അതുകൂടാണ്ട് ഇപ്പം ജൂനിയർ ഇൻസ്ട്രക്ടർ ഇലക്ട്രീഷ്യൻ, ഓവർസിയർ ഗ്രേഡ് 1 അല്ലെ, അതേപോലെ ഇലക്ട്രീഷ്യനൊക്കെ എക്സാം സെപ്റ്റംബർ മാസമുണ്ട് അല്ലെ. അതുകൂടാണ്ട് കുറെ നോട്ടിഫിക്കേഷൻ ഇപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട്. ഓവർസിയറിന്റെ ആണെങ്കിലും അസിസ്റ്റന്റ് എഞ്ചിനീയർ PWD, അസിസ്റ്റന്റ് എഞ്ചിനീയർ യൂണിവേഴ്സിറ്റീസ്, അതേപോലെ അസിസ്റ്റന്റ് എഞ്ചിനീയർ KWA, അതൊക്കെ അവിടെ ഉണ്ട്. അപ്പൊ നിങ്ങൾ എന്താ ഈ ഒരു എക്സാംസിനൊക്കെ എന്താ മാക്സിമം ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. അല്ലാതെ വരാനിരിക്കുന്ന പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് ഫോക്കസ് ചെയ്യാതെ ഇപ്പോഴുള്ള ആക്റ്റീവ് ആയിട്ടുള്ള പരീക്ഷകൾക്ക് തന്നെ എന്ത് ചെയ്യുക, മാക്സിമം ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. അതിൽ തന്നെ എന്ത് ചെയ്യുക, മാക്സിമം ഫോക്കസ് ചെയ്തിട്ട് ആ ഒരു റാങ്ക് ലിസ്റ്റ് തന്നെ എന്ത് ചെയ്യുക, നിങ്ങൾ കയറി പറ്റുക. ഓക്കെ. പിന്നെ ഈ ഒരു കണ്ടന്റ് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇപ്പൊ പാസ് ഔട്ട് ആയ കുറെ പേരുണ്ട്. അതേപോലെ കുറച്ച് പേരെന്താ ഇനി എന്തൊക്കെയാണ് എക്സ്പെക്ടേഷൻ, ഏതൊക്കെയാണ് നോട്ടിഫിക്കേഷൻ വരാനുള്ളതെന്നുണ്ട്. അങ്ങനെയുള്ളതുണ്ട്. അതുകൊണ്ടാണ് നമ്മളൊരു വീഡിയോ ചെയ്യുന്നത്. അതുകൂടാണ്ട് നിങ്ങൾക്കറിയാം ഇനിയിപ്പം അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ, അതേപോലെ അസിസ്റ്റന്റ് എഞ്ചിനീയർ PWD, അതേപോലെ ഓവർസിയർ ഗ്രേഡ് 1 PWD അല്ലെ, അതേപോലെ അസിസ്റ്റന്റ് മാനേജർ, ഓക്കെ, അതേപോലുള്ള എക്സാംസ് ഒക്കെ എന്താ 2026 കാലഘട്ടത്തിൽ, 2026 2027 കാലഘട്ടത്തിലായിരിക്കും വരുന്നുണ്ടാവുക. ഓക്കെ. KSEB ഇനിയിപ്പം സബ് എഞ്ചിനീയറിന്റെ ഒക്കെ റാങ്ക്സിന്റെ വാലിഡിറ്റി ആ സമയത്ത് കഴിയും. അപ്പൊ തന്നെ വീണ്ടും വിളിക്കുമെന്നില്ലായിരുന്നു, നമുക്ക് എന്താ ഒന്ന് കൃത്യമായി ചിന്തിക്കേണ്ടതുണ്ട്. അപ്പൊ അതവിടെ ആ ഒരു ഫാക്ട് അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. അത് കൂടാണ്ട് അത് എന്താ പറയുക, ആ ഒരു സൈക്കിൾ റിപ്പീറ്റ് ആവണം 2026 ആവണം. അതിന്റെ ഇടയ്ക്ക് ഏതൊക്കെ നോട്ടിഫിക്കേഷൻസ് ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മളിപ്പോ പറയുന്നുണ്ടാവാം. ഓക്കെ. അപ്പൊ നമുക്ക് വൺ ബൈ വൺ ആയിട്ട് നമുക്ക് നോക്കാം. അതിലിപ്പോ ഏറ്റവും അതിലുള്ളതെന്ന് വെച്ചാൽ 2017 നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ള ടെക്നിക്കൽ സൂപ്രണ്ട് എന്ന് പറഞ്ഞ പോസ്റ്റിലേക്കാണ്. കേരള കോഓപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡിലേക്കാണ് വിളിച്ചേക്കുന്നത്. അറ്റ് ദ ടൈം ഓഫ് നോട്ടിഫിക്കേഷൻ ഒരു വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ കേസിൽ ഡിഗ്രി ഓർ ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ, ഇലക്ട്രോണിക്സ്, റെഫ്രിജറേഷൻ ഓഫ് ഡയറി എഞ്ചിനീയറിംഗ് ആണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. ബിടെക് ആണെന്നുണ്ടെങ്കിൽ എക്സ്പീരിയൻസ് ആവശ്യമില്ല. ഡിപ്ലോമ ആണെങ്കിൽ എന്താ 3 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോ ഈ ഒരു എക്സാമിന് 20 കാൻഡിഡേറ്റ്സിനാണ് ഷോർട്ട് ലിസ്റ്റ് ചെയ്തേക്കുന്നത്. 48.33 മാർക്കായിരുന്നു കട്ട് ഓഫ് ആയിട്ടുണ്ടായിരുന്നത്. 2017 നോട്ടിഫിക്കേഷൻ വന്ന് 2020 എക്സാം കണ്ടക്ട് ചെയ്തിട്ട് 2021 ഷോർട്ട് ലിസ്റ്റ് വന്നു. അതിലേക്ക് 6 അഡ്വൈസ് ആണ് പോയിട്ടുള്ളത് കേട്ടോ. ഓക്കെ. 31/12/2021 ഷോർട്ട് ലിസ്റ്റ് വന്നേക്കുന്നത്. അപ്പോൾ 2024 ഡിസംബറിൽ എന്താ ഈ ഒരു റാങ്ക് ലിസ്റ്റിന്റെ വാലിഡിറ്റി കഴിയും. ഓക്കെ. ഡിസംബർ 2024 ഈ ഒരു റാങ്ക് ലിസ്റ്റിന്റെ വാലിഡിറ്റി ഒക്കെ കഴിയുന്നുണ്ടാവും. ഇനി അടുത്ത എന്താ, ഇൻസ്ട്രക്ടർ ഗ്രേഡ് 1 ആണ്. ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്കാണ്. 2017 നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. അറ്റ് ദ ടൈം ഓഫ് നോട്ടിഫിക്കേഷൻ ഒരു വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ബിടെക് ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആണ് ക്വാളിഫിക്കേഷൻ വരുന്നുണ്ടാവുക. വിത്ത് 60%. ഓക്കെ. മിനിമം 60% എന്തായിരുന്നു മാർക്ക് വേണം. ഓക്കെ. അപ്പോ 2017 നോട്ടിഫിക്കേഷൻ വന്നിട്ട് 2022 റാങ്ക് ലിസ്റ്റ് വന്നേക്കുന്നത്. 29/8/2022. അപ്പൊ ഇത് 2025 ഒക്ടോബറിലായിരിക്കും, സോറി ഓഗസ്റ്റിലായിരിക്കും എന്താ വാലിഡിറ്റി കഴിയുന്നുണ്ടാവുക. 2025 ഓഗസ്റ്റില്. ഓക്കെ. അപ്പൊ ഇതില് ഇതുവരെ 7 അഡ്വൈസ് ആണ് പോയിട്ടുള്ളത്. ഓക്കെ. 7 അഡ്വൈസ് ആണ് ഇതിലേക്ക് ഇപ്പം പോയിട്ടുള്ളത്. പിന്നെയുള്ളത് പ്ലാന്റേഷൻ കോർപ്പറേഷൻ ആണ്. ഇപ്പം പ്ലാന്റേഷൻ കോർപ്പറേഷനിലേക്ക് വിളിക്കുന്നുണ്ടോ എല്ലാവരും ഭയങ്കര ഡൗട്ടാണ്. കാരണം വെച്ചാൽ ഇതിന്റെ വാലിഡിറ്റി ഒക്കെ, റാങ്ക് ലിസ്റ്റിന്റെ വാലിഡിറ്റി ഒക്കെ ഓൾറെഡി കഴിഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പോ അതുകൊണ്ട് തന്നെ ഇപ്പം വിളിക്കുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയേക്കുന്നത്. കാരണം വെച്ചാൽ അവിടെ വാക്കൻസിയും ഇല്ല. പിന്നെ ഇത് സ്വാഭാവികമായിട്ടും അതാണല്ലോ. ഓക്കെ. അതിൽ ക്വാളിഫിക്കേഷൻ വന്നിരിക്കുന്നത് ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആണ്. റാങ്ക് ലിസ്റ്റിന്റെ വാലിഡിറ്റി ഒക്കെ അവിടെ ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ട്. കാരണം വെച്ചാല് 2019 സെപ്റ്റംബറിൽ വന്നാണ് ഈ ഒരു റാങ്ക് ലിസ്റ്റ്. 2022 റാങ്ക് ലിസ്റ്റ് വാലിഡിറ്റി അവിടെ കഴിഞ്ഞു. പിന്നെ അവിടെ വേക്കൻസി ഒന്നും വന്നിട്ടുണ്ടാവില്ല. അതുകൊണ്ടായിരിക്കും വിളിക്കാത്തത്. ഇനിയിപ്പോ എന്തെങ്കിലും വേക്കൻസീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ വിളിക്കുന്നുണ്ടാവും. 6 ഡേയ്സ് ആണ് ഇതുവരെ പോയിട്ടുള്ളത്. ഇതിലൊക്കെ NJD ഒക്കെ ഉണ്ട് തോന്നുന്നു. 2 3 NJDs ആണ്. ഓക്കെ. അതുകൂടാണ്ട് ഇനി അടുത്തെന്ന് വെച്ചാൽ ഇലക്ട്രിക്കൽ സൂപ്പർവൈസർ എന്ന് പറഞ്ഞ പോസ്റ്റിലേക്കാണ്. അപെക്സ് സൊസൈറ്റീസ് ഓഫ് കോഓപ്പറേറ്റീവ് സെക്ടർ ഇൻ കേരള. 2020 വന്ന നോട്ടിഫിക്കേഷൻ ആയിരുന്നു. അറ്റ് ടൈം ഓഫ് നോട്ടിഫിക്കേഷൻ ഒരു വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. 15 പേരാണ് ഷോർട്ട് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. 67.67 മാർക്കായിരുന്നു കട്ട് ഓഫ് ആയിട്ടുള്ളത്. അപ്പോൾ ഇതിൽ 2022 ഇതിന്റെ റാങ്ക് ലിസ്റ്റ് വന്നേക്കുന്നത് കേട്ടോ. 2022 റാങ്ക് ലിസ്റ്റ് വന്നു. 2025 ഡിസംബർ വരെ ഈ ഒരു റാങ്ക് ലിസ്റ്റ് അവിടെ
വാലിഡിറ്റി ഉണ്ട്. ഓക്കെ, ഇതുവരെ ടോട്ടൽ 3 അഡ്വൈസ് ആണ് പോയിട്ടുള്ളത്. അത് കൂടാണ്ട് ഇപ്പം PWD ആപ്ലിക്കേഷനിൽ ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് 2 പിന്നെ വീണ്ടും വിളിച്ചിട്ടുണ്ടെന്ന് എന്റെ ഓർമ്മ കേട്ടോ. 2015 ശേഷം വീണ്ടും വിളിച്ചിട്ടുണ്ട്. ഇതിലെടുത്ത ഡാറ്റാസിൽ എന്തോ ഞാൻ അടുത്ത മിസ്റ്റേക്ക് ആണെന്നോ ഡൗട്ട് ഉണ്ട്. ഇത് അതിനുശേഷം വീണ്ടും വിളിച്ചിട്ടുണ്ടെന്ന് എന്റെ ഒരു ഓർമ്മ. ഞാനിപ്പം പറഞ്ഞൊക്കെ എന്ന് വെച്ചാൽ എന്റെ ഒരു ഓർമ്മേന്റെ ബേസ് ആയിട്ടാണ് ഞാൻ പറഞ്ഞേക്കുന്നത്. ഓക്കെ, ഇതിൽ എന്തെങ്കിലും ഇതല്ലാതെ ഇതിൽ കൂടുതൽ വേറെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ. ഓവർസീർ ഗ്രേഡ് ഡ്രാഫ്റ്റ്സ്മാൻ കിട്ടി ഇതിന് ശേഷം വിളിച്ചിട്ടുണ്ടെന്ന് ഞാൻ ഓർമ്മയിലുള്ളത്. അപ്പൊ ഈ ഒരു നോട്ടിഫിക്കേഷൻ പ്രകാരമാണെന്നുണ്ടെങ്കിൽ 84 അഡ്വൈസ് എന്താ പോയിട്ടുണ്ട് കേട്ടോ. ഓവർസീർ ഗ്രേഡ് 2 PWD ഇറിഗേഷൻ. ഓവർസീർ ഗ്രേഡ് 1 2021 ആ ഒരു സമയത്ത് വിളിച്ചിട്ടുണ്ട്. ഗ്രേഡ് 2 വിളിച്ചിട്ടുണ്ടെന്ന് എന്റെ ഒരു ഓർമ്മ, ഞാൻ കറക്റ്റ് ആയിട്ട് ഓർക്കുന്നില്ല. ഓക്കെ, അപ്പൊ നിങ്ങൾ ഏതായാലും താഴെ ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ. ഗ്രേഡ് 1 ഓൾറെഡി വിളിച്ചിട്ടുണ്ടല്ലോ. ഓവർസീർ ഗ്രേഡ് 1 PWD ഇറിഗേഷൻ 2022 സെപ്റ്റംബർ ഒക്ടോബറിലോ മറ്റോ എക്സാം നടന്നിട്ട് 2023 റാങ്ക് ലിസ്റ്റ് ഒക്കെ വന്നില്ല. പെട്ടെന്ന് റാങ്ക് ലിസ്റ്റ് വന്നായിരുന്നു ആ ഒരു ഓവർസിയറിന്റെ. നമ്മൾ എന്നിട്ട് എന്താ വീട് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. 4 മാസത്തിനുള്ളിലാണ് അതിന്റെ എന്താ എക്സാം ആയിട്ട് ഷോർട്ട് ലിസ്റ്റ് വന്നിട്ട് ഷോർട്ട് ലിസ്റ്റ് ഒക്കെ വന്നേക്കുന്നത്. അതിന്റെ വീട് നമ്മൾ ഓവർസിയർ ഗ്രേഡ് 1 ഗ്രേഡ് 2ന്റെ കാര്യം എനിക്ക് ഡൗട്ട് ഉണ്ട്. ഞാൻ പറഞ്ഞു ഇതൊക്കെ ഞാൻ എന്റെ ഒരു ഓർമ്മേന്റെ ബേസ് ആയിട്ട് ചെയ്തതാണ്. ഇതല്ലാതെ ഇതിൽ കൂടുതൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, 84 അഡ്വൈസ് അതിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. ഇതിൽ കൂടുതൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ എന്ത് ചെയ്യാം, കമന്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, ബാക്കിയുള്ളവർക്കും കൂടി എന്താ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുമല്ലോ. അപ്പോൾ എനിവേ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. നിങ്ങളെ സൈഡിൽ നിന്ന് എന്ത് ചെയ്യാം, ഇപ്പം ആക്റ്റീവ് ആയിട്ടുള്ള എക്സാംസിനൊക്കെ വേണ്ടി മാക്സിമം പ്രിപ്പയർ ചെയ്യാം. അപ്പൊ അതിന് ഞാൻ ഒരു കാര്യം പറയാണ്ട് വിട്ട്, IOയും കൂടി ഉണ്ടല്ലോ. നമുക്ക് IOയും കൂടി ഓൾറെഡി ഉണ്ട്, അതേപോലെ അസിസ്റ്റന്റ് ഡയറക്ടറും കൂടി അവിടെ ഉണ്ട്. അത് ഞാൻ പറയാണ്ട് വിട്ടുപോയതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാം. കൂടുതൽ അപ്ഡേറ്റ്സ് ആയിട്ട് നമുക്ക് ഇത് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.